ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് തിയറി ഓഫ് ഡിമാൻഡ് ആണ്. ലാസ്റ്റ് 2 വീഡിയോസിൽ നമ്മൾ എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ്, ബിസിനസ് എക്കണോമിക്സ്, എക്കണോമിക് പ്രോബ്ലംസ്, ടൈപ്സ് ഓഫ് എക്കോണമി, ഈ ഏരിയാസ് എല്ലാം നമ്മൾ കവർ ചെയ്തു. ഇനി മൈക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് തിയറി ഓഫ് ഡിമാൻഡ്, അല്ലെങ്കിൽ ഡിമാൻഡ് എന്ന് പറയുന്നത്, ഡിമാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന പോയിന്റ്സ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഡിമാൻഡിൻ്റെ ഡിറ്റർമിനൻസ് എന്നുള്ള പറയുന്ന കോൺസെപ്റ്റ് ആണ്. ഡിമാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന മറ്റ് കുറച്ച് പോയിന്റ്സുകളാണ് ലോ ഓഫ് ഡിമാൻഡ്, ഡിമാൻഡ് കർവ് മൂവ്മെന്റ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്സ്. ഈ 3 കോൺസെപ്റ്റ്സും നമ്മൾ വരുന്ന വീഡിയോസിലായിരിക്കും ഷെയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നത് കൊണ്ടാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. സോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ഡിമാൻഡ് എന്നുള്ളതാണ്. സോ ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ സിംപ്ലി പറയുകയാണെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് എ ഗുഡ്സ് ഓർ സർവീസ് ദാറ്റ് കൺസ്യൂമേഴ്സ് ആർ വില്ലിംഗ് ആൻഡ് ഏബിൾ ടു പർച്ചേസ് എ ഡിഫറെൻറ്റ് പ്രൈസസ് ഡ്യൂറിങ് എ സർട്ടൻ പീരീഡ്. അതായത് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ കൺസ്യൂമേഴ്സ് ഒരു പെർട്ടിക്കുലർ പ്രൈസിൽ കൺസ്യൂമേഴ്സ് വാങ്ങാൻ റെഡി ആയിട്ടുള്ള ഗുഡ്സിന് ക്വാണ്ടിറ്റിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡിമാൻഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനെ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഡിമാൻഡ് എന്ന് പറയുമ്പം അതിനകത്ത് 3 കമ്പോണൻസ് ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ഡിസയർ. അതായത് നമുക്കൊരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഒരു ആഗ്രഹം വേണം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഡ്രസ് മെറ്റീരിയലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ആ ഡ്രസ് മെറ്റീരിയൽ വാങ്ങാനായിട്ടുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു നീഡ് എനിക്ക് അവിടെ ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ, എബിലിറ്റി ടു പേ. ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ മെറ്റീരിയൽ വാങ്ങാനുള്ള എബിലിറ്റി, ഫൈനാൻഷ്യൽ മീൻസ്, ആ ക്യാഷ് എനിക്ക് ഉണ്ടായിരിക്കണം. 3, വില്ലിങ്നെസ് ടു പേ. ആ ക്യാഷ് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു റെഡിനെസ് എനിക്ക് ഉണ്ടായിരിക്കണം. അത് സ്പെൻഡ് ചെയ്യാൻ ഞാൻ റെഡി ആയിരിക്കണം, എനിക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരിക്കണം. സോ ഈ 3 കമ്പോണൻസും ഒരുപോലെ വരുമ്പോഴാണ് അവിടെ നമ്മൾ എന്തെന്ന് പറയുന്നത് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഡിമാൻഡിനകത്ത് 3 കമ്പോണൻസ് വരുന്നത് ഡിസയർ, എബിലിറ്റി ടു പേ ആൻഡ് വില്ലിങ്നെസ് ടു പേ. ഇതിനെയാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന, അതായത് ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമത്താണ് പ്രൈസ് ഓഫ് കമ്മോഡിറ്റി. ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഓട്ടോമാറ്റിക്കലി ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു എന്നൊരു നോട്ട്ബുക്ക് വാങ്ങാൻ വേണ്ടി പോകണം. അതിന് ഭയങ്കരമായിട്ട്, അതായത് എന്നെക്കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ റേറ്റ് കൂടുതലാണ്, ഓട്ടോമാറ്റിക്കലി അത് വേണ്ടെന്ന് വെക്കും. അതുപോലെ നമുക്ക് മാർക്കറ്റിൽ ഏതൊരു പ്രൊഡക്റ്റും നമുക്ക് നോക്കാം, പ്രൈസ് ഒരു പരിധിയിൽ കൂടുതൽ കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഡിമാൻഡ് കുറയും. അതായത് ഏതൊരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസും ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഇനി രണ്ടാമതെന്ന് പറയുന്നത് പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ്. അതായത് ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് തന്നെ ആവണം എന്നില്ല, റിലേറ്റഡ് പ്രൊഡക്ട്സിന്റെ പ്രൈസും എന്ത് ചെയ്യും, ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യും. അങ്ങനെ വരുന്ന 2 റിലേറ്റഡ് പ്രൊഡക്ട്സ് ആണ് കോംപ്ലിമെന്ററി ഗുഡ്സും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും. കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയുന്നത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബ്രെഡ്, ജാം, ടീ, ഷുഗർ, കാർ, പെട്രോൾ. അതായത് ആ 2 പ്രൊഡക്ട്സും നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. സൈമൾട്ടേനിയസ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് ഒന്നില്ലാതെ മറ്റൊന്ന് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെയുള്ളതാണ് കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ കേസിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പെട്രോളിന്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് മാർക്കറ്റിൽ ശ്രദ്ധിച്ചാൽ വീണ്ടും പെട്രോൾ കാറുകൾ വാങ്ങുന്നവരുടെ എണ്ണം ഭയങ്കരമായിട്ട് കുറയും അല്ലേ, കാറിന്റെ യൂസേജ് ഭയങ്കരമായിട്ട് കുറയും. അതായത് കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ കേസിൽ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂടിയാൽ ഓട്ടോമാറ്റിക്കലി അടുത്ത പ്രൊഡക്റ്റിന്റെ ഡിമാൻഡും കുറയും. അതുകൊണ്ടാണ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തതെന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു പ്രൊഡക്റ്റിന്റെ പകരം നമുക്ക് മറ്റൊന്ന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ടീ ആൻഡ് കോഫി ഒരു എക്സാമ്പിൾ ആണ്. രണ്ടും ഒരുപോലെ യൂസ് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് ചായക്ക് പകരം കോഫി കിട്ടിയാലും അവർ ഓക്കെയാണ്. അതുപോലെ തന്നെ ജാമും പീനട്ട് ബട്ടറും. ജാമിന് പകരം നമുക്ക് വേണമെങ്കിൽ പീനട്ട് ബട്ടറും യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. ഒന്നിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ കേസ് നമ്മൾ പറയുമ്പോൾ അവിടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഓട്ടോമാറ്റിക്കലി കോഫി പൗഡറിന്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മൾ കോഫി പൗഡർ വേണ്ടാന്ന് വെച്ച് അല്ലെങ്കിൽ കോഫി യൂസ് ചെയ്യുന്നത് മാറ്റി ടീയിലേക്ക് നമ്മൾ മാറും. ദാറ്റ് മീൻസ് കോഫിയുടെ പ്രൈസ് കൂടുമ്പം ടീയുടെ ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്, അതായത് ഒന്നിന്റെ പ്രൈസ് കൂടുമ്പോൾ മറ്റേതിന്റെ ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൾക്കാർ ബിക്കോസ് അവിടെ എന്ന് പറയുന്നത് പ്രൈസ് കൂടിയ സാധനം ആൾക്കാർ വേണ്ടെന്ന് വെച്ച് തൊട്ടടുത്ത പ്രൊഡക്റ്റിലേക്ക് വാങ്ങാൻ വേണ്ടി പോകും. അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഡിസ്പോസിബിൾ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് ടാക്സും മറ്റു പേയ്മെന്റ്സും കഴിഞ്ഞതിന് ശേഷം ഒരു കൺസ്യൂമർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻകത്തിനെയാണ് നമ്മൾ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. ഡിസ്പോസിബിൾ ഇൻകത്തിന്റെ കേസ് പറയുമ്പോൾ നമ്മൾ 3 പ്രൊഡക്ട്സ് ആയിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്ത് പറയുന്നതായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം. ഒന്ന് നോർമൽ ഗുഡ്സ് ആണ്. നോർമൽ ഗുഡ്സ് എന്ന് പറയുന്നത്
നമ്മുടെ എന്താണ് സാധാരണ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് അല്ലെ നെസസറി ഗുഡ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് ആ ഒരു കാറ്റഗറീനെ പറയാം. നോർമൽ ഗുഡ്സിന്റെ കേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻകം കൂടുമ്പോൾ നമ്മളതിന്റെ കൺസംഷനും കൂട്ടും, ഓട്ടോമാറ്റിക്കലി നമ്മളത് കൺസ്യൂം ചെയ്യുന്ന റേറ്റും കൂട്ടും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡ്രസ്സ്, നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ചപ്പല്, നമുക്ക് ഇൻകം കൂടുമ്പോൾ നമ്മൾ മേ ബി ഒരു ചപ്പൽ യൂസ് ചെയ്ത ആൾ ചിലപ്പം ഒന്നിൽ കൂടുതൽ ചപ്പൽ മേ ബി വാങ്ങിയെന്ന് വരാം, യൂസ് ചെയ്തെന്ന് വരാം. അപ്പം ഇൻകം കൂടുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി നോർമൽ ഗുഡ്സിന്റെ കൺസംഷനും കൂടും. ഇനി ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് കെറോസിനൊക്കെ നമ്മളൊരു എക്സാമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻഫീരിയർ ഗുഡ്സിന്റെ കേസ് പറയാം. അതായത് അതിൻ്റെ പ്രൈസിൻ്റെ ബേസിൽ നമ്മൾ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഗുഡ്സിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ ഇൻകം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ എന്ത് ചെയ്യും, അത് വേണ്ട എന്ന് വെച്ച് കുറച്ചുകൂടെ നല്ല ഗുഡ്സിലേക്കാണ് പോകുന്നത്. എൻ്റെ ഇൻകം കൂടുമ്പോൾ ഒരു പക്ഷേ ഞാൻ കെറോസിൻ യൂസ് ചെയ്തിരുന്ന ഞാൻ അത് മാറി, ഇപ്പോൾ കെറോസിൻ സ്റ്റൗ ആയിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്നെങ്കിൽ അത് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറും എൻ്റെ ഇൻകം കൂടുമ്പോൾ. അത് തമ്മിൽ അപ്പം നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ടാണ്. അതായത് ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കൺസംഷൻ ഓട്ടോമാറ്റിക്കലി കുറയുകയാണ് ചെയ്യുന്നത്. ഇനി ലക്ഷറി ഗുഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര നമ്മുടെ പ്രസ്റ്റീജ് ഗുഡ്സ് ആണ്, നമ്മുടെ സ്റ്റാറ്റസ് സിമ്പിൾസ് ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഗുഡ്സ്. ഫോർ എക്സാമ്പിൾ BMW കാറ്, ബെൻസ് കാറ്, അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ വാച്ചസ് ഒക്കെയാണ്, നമ്മുടെ പ്രീമിയം ബ്രാൻഡഡ് വാച്ചസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കില്ല, അങ്ങനെയുള്ള ലക്ഷറി ഗുഡ്സ്. ലക്ഷറി ഗുഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം കൂടുമ്പോൾ നമ്മളത് നമ്മൾ പെട്ടെന്ന് പോയി വാങ്ങില്ല. പക്ഷെ നമ്മുടെ ഒരു ഇൻകം ഒരു പെർട്ടിക്കുലർ ലെവലിന് അപ്പുറത്തേക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, ലക്ഷറി ഗുഡ്സിൻ്റെ ഡിമാൻഡും കൂടും. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നതാണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ആൾക്കാരുടെ അഭിരുചികൾ എന്ന് പറയുന്നത് ഒരു ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഫസ്റ്റ് വൺ ഡിമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ്. അതായത് ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യുന്ന ഒരു പരിപാടി. അതായത് എൻ്റെ അടുത്ത വീട്ടിലൊരാൾ ഒരു പെർട്ടിക്കുലർ കാറ് വാങ്ങി, അപ്പോൾ എനിക്കും അത് വേണം. അതായത് മറ്റൊരാൾ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ബാൻഡ് വാഗൺ എഫക്റ്റ് എന്ന് പറയും. ബാൻഡ് വാഗൺ എഫക്റ്റും ഈ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റുമായിട്ട് ഏറെക്കുറെ സെയിം ആണ്. അതായത് ഇതെന്ന് പറയുന്നത് ഇതും സെയിം ആണ്, മറ്റാൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ ചെയ്യുന്നു. നമുക്ക് ഒരിക്കലും ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് കൊണ്ട് സംഭവിക്കുന്നതാണ്. അല്ലാതെ ഒരു വ്യക്തി അയാളുടെ ഇഷ്ടത്തിനോ താല്പര്യമോ അല്ല അവിടെ നോക്കുന്നത്, അയാൾക്ക് സ്വന്തമായിട്ടൊരു ബിലീഫ് കാണത്തില്ല. മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യുന്നു. നമ്മുടെ ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നത് കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ കാണിക്കുമ്പോൾ അത് കണ്ടിട്ട് അത് നല്ലതാണെന്ന് ഓർത്തിട്ട് ഓടിപ്പോയി വാങ്ങുന്നു. നമ്മളവിടെ റാഷണലായിട്ട് ചിന്തിക്കാതെ ചെയ്യുന്നു. അങ്ങനെയുള്ളതാണ് ഈ ബാൻഡ് വാഗൺ എഫക്റ്റ്, ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സ്നോബ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും യുണീക്കായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ചെയ്യുന്നതാണ്. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം എനിക്ക് മറ്റൊരാളോടൊരു എന്താ പറയുന്നത്, ഒരു ജലസ് ഉള്ള ഒരു വ്യക്തിയാണ്, എനിക്ക് മറ്റൊരാളോടൊരു ജലസ് ഉണ്ട്. അപ്പം അയാൾ ഇപ്പോൾ ഒരു പാർട്ടി വരാൻ വേണ്ടി പോകുന്നു. ആ പാർട്ടി വരാൻ വേണ്ടി പോകുമ്പോൾ എനിക്ക് മനസ്സിലായി ആ എക്സ് എന്ന് പറയുന്ന വ്യക്തി വിയർ ചെയ്തിട്ട് വരാൻ വേണ്ടി പോകുന്നത് ഒരു ഗ്രീൻ കളർ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ ഉള്ള ഒരു സാരിയാണ്. എനിക്ക് അതേ സാരി ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ അത് ഉടുക്കില്ല. പകരം അതിനേക്കാൾ വേറെ എഫക്റ്റിൽ വരുന്ന അല്ലെങ്കിൽ ഇച്ചിരൂടെ നല്ല മനോഹരമായ മറ്റേതെങ്കിലും ഒരു സാരി ഞാൻ വിയർ ചെയ്യും. അതായത് യൂണീക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളതാണ് സ്നോബ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളോട് യൂണീക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതായത് മറ്റുള്ളവർ ചെയ്യുന്നത് ചെയ്യത്തില്ല, അവർ മറ്റുള്ളവർ കാണിക്കുന്നത് നോക്കി അത് ചെയ്യാതെ യുണീക്കായിട്ട് ചെയ്യുന്ന, അതും നമ്മുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനകത്ത് വരുന്ന ഒരു ഭാഗമാണ്. അത് നമ്മുടെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യും. ഇനി വെബ്ലൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലക്ഷറി ഗുഡ്സിൻ്റെ കേസ് തന്നെ പറഞ്ഞതാണ്. അതായത് സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ പ്രസ്റ്റീജ് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഭയങ്കര ലക്ഷറീസ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വാങ്ങുന്ന ആ ഒരു ഫിനോമിനൻ നമ്മൾ പറയുന്നതാണ് വെബ്ലൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് എക്സ്പെക്റ്റേഷൻ ആണ്. കൺസ്യൂമേഴ്സ് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ പ്രൈസിനെ പറ്റി നമുക്കൊരു എക്സ്പെക്റ്റേഷൻ കാണും. ഇപ്പോൾ ഫ്യൂച്ചറിൽ പ്രൈസ് കൂടാൻ, ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മുടെ അമ്മമാരുടെ അടുത്ത് നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ അവർ പറയണം, ഓക്കെ അടുത്ത മാസം സബോളയ്ക്ക് വില കൂടും കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അവർ ഈ മാസം കൂടുതൽ വാങ്ങും. അല്ലെങ്കിൽ പാമോയിലിന് റേറ്റ് കൂടുമെന്ന് പറഞ്ഞാൽ അവർ ഈ മാസം കൂടുതൽ വാങ്ങും. ആ ഒരു കോൺസെപ്റ്റ് അത് നമ്മുടെ ഫ്യൂച്ചറിലെ നമ്മുടെ ഇൻകം അല്ലെങ്കിൽ പ്രൈസിനെ പറ്റിയുള്ള നമ്മുടെ എക്സ്പെക്റ്റേഷൻസ്, നമ്മുടെ ഫോർകാസ്റ്റിംഗ്, ഇതൊക്കെ നമ്മുടെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യും. ഇനി ഇത് കൂടാതെ മറ്റു പല ഫാക്ടേഴ്സ് ഉണ്ട്. പോപ്പുലേഷൻ, നാഷണൽ ഇൻകം, ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പം നമ്മൾ ഡിമാൻഡ് നോക്കി, ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കി. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്, അതായത് ലോ ഓഫ് ഡിമാൻഡിൻ്റെ അകത്ത് പറയുന്നത് പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ്. അതായത് പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും, നേരെ തിരിച്ചും. അതായത് പ്രൈസ് കൂടുമ്പോൾ
ഡിമാൻഡ് കുറയും. അതായത് ഇവിടെ മറ്റെല്ലാ ഫാക്ടേഴ്സും കോൺസ്റ്റൻ്റ് ആണ്, പ്രൈസും ഡിമാൻഡും മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ഗ്രാഫ് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം, ഓട്ടോമാറ്റിക്കലി P1 എന്ന് പറയുന്ന പ്രൈസ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞൊരു പ്രൈസാണ്. P1 ആയിരുന്നപ്പോൾ ക്വാണ്ടിറ്റി നമ്മൾ കൂടുതൽ ഡിമാൻഡ് ചെയ്തു. Q1 എന്ന് പറയുന്നത് ഇവിടെയാണ് വന്ന് നിൽക്കുന്നത്. പക്ഷേ പ്രൈസ് കൂടിയപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിച്ചു, ക്വാണ്ടിറ്റി കുറച്ചാണ് ഡിമാൻഡ് ചെയ്തത്. അതിനെ ആ ഒരു റിലേഷൻഷിപ്പിനെ, പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെ, ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ഡിമാൻഡ് കർവ് എന്ത് ചെയ്യുന്നത്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് താഴോട്ട് ഡൗൺവേർഡ് സ്ലോപ്പ് ആയിട്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ഗ്രാഫിൽ ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് താഴോട്ടാണ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് താഴോട്ടാണ് പോകുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോ ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ഡിമാൻഡ് കർവ് താഴോട്ടാണെന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, വൈ, എന്തുകൊണ്ട് ഈ ഡിമാൻഡ് കർവ് താഴോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഈ ലോ ഓഫ് ഡിമാൻഡിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് റീസൺസ്. ഒന്ന്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം കോഫിയുടെ പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഞാൻ എന്ത് ചെയ്യും, കോഫിയുടെ പ്രൈസ് കൂടുമ്പോൾ ഞാൻ കോഫി വേണ്ടെന്ന് വെച്ച് പകരം എന്ത് ചെയ്യും, ഓടിപ്പോയി ടീ വാങ്ങും. അതൊരു എഫക്റ്റാണ്. ദെൻ ഇൻകം എഫക്റ്റ്. നമ്മുടെ ഇൻകം എന്ന് പറയുന്നത്, നമ്മുടെ ഇൻകം കൂടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് കൂടുതൽ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കും. ഈവൻ അതിൻ്റെ പ്രൈസ് കൂടിയാൽ പോലും ഒരു പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഇൻകം നമുക്ക് അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മുടെ പർച്ചേസിംഗ് പവർ കൂടുന്നതുകൊണ്ട് നമ്മൾ വീണ്ടും കൂടുതൽ ആ പ്രൊഡക്റ്റ് വാങ്ങും. ഇനി ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരേ പ്രൊഡക്റ്റ് നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ നല്ല വെയിലത്ത് നമ്മൾ കയറി വന്നു, വീട്ടിലേക്ക് നല്ല ഉച്ച സമയത്ത് നല്ല വെയിലത്ത് കയറി വരുമ്പോൾ നമുക്കൊരു തണുത്ത നാരങ്ങ, നമുക്കതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഒരു ഗ്ലാസ് നമ്മൾ കുടിച്ചു, വീണ്ടും ഒരു ഗ്ലാസ് കൂടെ നമ്മൾ ഒരു ഗ്ലാസ് കൂടെ കുടിക്കുന്നു. പക്ഷെ ആദ്യം കുടിച്ച ആ ഒരു ഗ്ലാസ് നാരങ്ങ നമ്മളതിന് അതേ ടേസ്റ്റോ അല്ലെങ്കിൽ അതേ സാറ്റിസ്ഫാക്ഷനോ നമ്മൾ രണ്ടാമത് കുടിക്കുന്നതിനകത്ത് നമുക്ക് കിട്ടത്തില്ല. അതുപോലെ തന്നെ വീണ്ടും മൂന്നാമതൊരു ഗ്ലാസ് കൂടെ നിങ്ങൾക്ക് നാരങ്ങാവെള്ളം തരുന്നു, അത് നിങ്ങൾ കുടിക്കുന്നു. പക്ഷെ ആദ്യം കുടിച്ചതിൻ്റെയോ രണ്ടാമത് കുടിച്ചതിൻ്റെയോ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതായത് വീണ്ടും വീണ്ടും കുടിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവൽ നിങ്ങളുടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരേ പ്രൊഡക്റ്റ് വീണ്ടും വീണ്ടും കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ഈ ഒരു എഫക്റ്റ് ഏതൊരു പ്രൊഡക്റ്റിനും ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറഞ്ഞാൽ മാത്രമേ നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലും ഡിമാൻഡ് ചെയ്യത്തുള്ളൂ. ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പം ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ഓൺലൈനായിട്ട് നിങ്ങൾ എന്തെങ്കിലും കയറി ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് നിങ്ങൾ തീരുമാനിക്കണം. ഒരു പെർട്ടിക്കുലർ നല്ലൊരു നിങ്ങൾ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. നിങ്ങൾ ആദ്യം ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങി, നിങ്ങളത് വാങ്ങി യൂസ് ചെയ്തു, ഓക്കെ നല്ലതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതേ കമ്പനിയുടെ വീണ്ടും മറ്റൊരു മെറ്റീരിയൽ നിങ്ങൾക്ക് അവൈലബിൾ ആയി ഓൺലൈൻ, നിങ്ങളത് നോക്കിയപ്പോൾ അതിൻ്റെ പ്രൈസ് കൂടുതലാണ്. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഓക്കെ ഓൾറെഡി എനിക്ക് ഇതൊരെണ്ണം ഉണ്ട്, അത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഇത്ര ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളൂ, അപ്പം പിന്നെ ഇനി വേണ്ട എന്ന് നമ്മൾ വെക്കും. നേരെ തിരിച്ച് ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വീണ്ടും കുറഞ്ഞാൽ നമ്മളത് വീണ്ടും വീണ്ടും വാങ്ങും. അതാണ് ഡിമിനിഷിങ് മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഡിഫറെൻറ്റ് യൂസസ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി കൊണ്ട് നമുക്ക് ഒരുപാട് യൂസസ് നമുക്കുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ കറണ്ട് കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും നമുക്ക് വീട്ടിൽ, അതായത് മീൻസ് നമുക്ക് ലൈറ്റുണ്ട്, ഫാനുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് നമ്മുടെ വാട്ടർ ഹീറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുക്കിംഗ് പർപ്പസിന് ഇലക്ട്രിക് കെറ്റിൽസോ അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കേഴ്സോ ഒക്കെ നമ്മൾ ഉപയോഗിക്കും. ഇലക്ട്രിസിറ്റി ചാർജസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ പല യൂസസ് നമ്മളൊന്ന് കുറയ്ക്കും, അല്ലേ? നമ്മൾ കൺസംഷൻ ഭയങ്കരമായിട്ട് അങ്ങ് കുറയ്ക്കും. ഇലക്ട്രിസിറ്റി ചാർജ് കൂടി കഴിഞ്ഞാൽ നമ്മൾ കൺസംഷൻ കുറയ്ക്കും. അത് പല യൂസസ് നമ്മളങ്ങ് കുറയ്ക്കും. അപ്പം ഇതും മറ്റൊരു റീസണാണ് ലോ ഓഫ് ഡിമാൻഡിന്. പിന്നെ ന്യൂ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതറിഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും മാർക്കറ്റിലേക്ക് പുതിയ കൺസ്യൂമേഴ്സ് വരികയും ആ പ്രൊഡക്റ്റ് വാങ്ങുകയും ചെയ്യും. അപ്പം ഇതൊക്കെയാണ് ലോ ഓഫ് ഡിമാൻഡിന് റീസൺസ് എന്ന് പറയുന്നത്. അപ്പം ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റീസൺസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്: സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, ഇൻകം എഫക്റ്റ്, ഡിമിനിഷിങ് മാർജിൻ യൂട്ടിലിറ്റി, അതുപോലെ ഡിഫറെൻറ്റ് യൂസസ് ആൻഡ് ന്യൂ കൺസ്യൂമേഴ്സ്. ഇതൊക്കെയാണ് നമുക്കിതിൻ്റെ റീസൺസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കിയത് ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്ന് നമ്മൾ നോക്കി, അതുപോലെ തന്നെ ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ നോക്കി, ലോ ഓഫ് ഡിമാൻഡിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി. അപ്പം ഈ വീഡിയോ ഒരുപാട് ലെങ്തായിട്ട് പോകുന്നത് കൊണ്ട് ഞാനതിൻ്റെ എക്സംഷൻസ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ എടുക്കുന്നില്ല. നമുക്ക് വരുന്ന വീഡിയോസിൽ നമുക്കതിൻ്റെ എക്സംഷൻസ് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. സോ നമുക്കിതിനെ നെക്സ്റ്റ് പാർട്ടായിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.